എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാല കൊഴുക്കട്ടയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ വെച്ച് ഒക്കെ നമ്മൾക്കുള്ള കൊഴുക്കട്ട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കഴിക്കാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പാത്രം വെക്കുക, എണ്ണ ഒഴിച്ചിട്ട് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പൊടികളായിട്ട് ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയും പിന്നെ അതുപോലെ ഗരം മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് പച്ചമണം മാറി വന്നപ്പം പൊടികളുടെ പച്ചമണം മാറി വന്നപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ചതോടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് പാകത്തിനാണോ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മസാല നമുക്ക് മാറ്റി വെക്കാം. ഈ മസാല കൊണ്ട് തന്നെ നമുക്ക് പല വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 2 വീഡിയോ ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത ഒരു ലെങ്തി ആയിട്ട് വലിയൊരു വീഡിയോ ആയിട്ട് പോകും. അത് കാരണം കൊണ്ട് അത് ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത്. ശരിക്കും നിങ്ങളുടെ കമൻ്റൊക്കെ വായിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കഴിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പം നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫില്ലിങ്സ് ആണെങ്കിൽ പിന്നെ മാവിങ്ങനെ എടുത്തിട്ട് അതാണെങ്കിൽ അതിൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ച് നമുക്ക് ഉരുട്ടിയെടുത്ത് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൊഴുക്കട്ട ഇവിടെ റെഡിയാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.